ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. മാർക്കോ എന്ന പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് മാത്രമായിരിക്കില്ല, മൂന്നാം ഭാഗവും നാലാം ഭാഗവും സംഭവിക്കും എന്ന് പടത്തിലെ നായകനായ ഉണ്ണി മുകുന്ദൻ തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വിവരം ഫേക്കാണ് എന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഉണ്ണി മുകുന്ദൻ അവസാനമായി കൊടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിവരത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൺഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. മാർക്കോ എന്ന പടം തെലങ്കാനയിൽ വമ്പൻ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 7 കോടിക്ക് മുകളിലാണ് മാർക്കോ എന്ന പടം കളക്ട് ചെയ്തിരിക്കുന്നത്. മോളിവുഡിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ബിഗ് ഓപ്പണിംഗ് ആണ് മാർക്കോ എന്ന പടത്തിന് കിട്ടിയിരിക്കുന്നത്. ഇനി ഫൈനലി ബോളിവുഡിലേക്ക് പോകുന്ന സമയത്ത് അൺബിലീവബിൾ എന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 10 കോടിക്ക് മുകളിലാണ് മാർക്കോ എന്ന പടം കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഒരു പടത്തിനും സാധിക്കും, വേറെ ഏതെങ്കിലും ഒരു പടത്തിന് സാധിക്കുമോ എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. ഇപ്പോൾ പ്രേമലു നോക്കുകയാണെങ്കിൽ തെലങ്കാനയിൽ ഹിറ്റായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വമ്പൻ ഹിറ്റായിരുന്നു. പക്ഷേ ബോളിവുഡിൽ തരംഗം സൃഷ്ടിക്കുക എന്നുള്ളത് അത്ര വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി മോളിവുഡിൽ നിന്ന് വരുന്ന ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ചെങ്കിലും കൽപ്പിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്നുള്ള ഒരു മൂവി മാത്രമാണ്. പക്ഷേ ഇത്രമാത്രം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ആ പടത്തിന് കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത നിമിഷം മാർക്കോ 2 എന്ന മാർക്കോ സെക്കൻഡ് പാർട്ടിൽ വില്ലൻ ആരായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അപ്ഡേഷൻ പടത്തിൻ്റെ 100 ഡേയ്സ് സെലിബ്രേഷനിലായിരിക്കും എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് മാർക്കോ എന്ന പടത്തിൻ്റെ സക്സസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.